ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത മാവിൻ്റെ വിശേഷം പറയാം. ഇത് വീടിൻ്റെ മുൻവശത്തുള്ള നീലം ഇനത്തിൽപ്പെട്ട കുള്ളൻ മാവാണ്. പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഇത് കയറാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് ആരെയും വിളിക്കേണ്ടി വരില്ല. ഞാൻ തന്നെ വീട്ടിലെ തോട്ടെടുത്താൻ കയറി. പച്ചയ്ക്ക് കഴിക്കാൻ നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ കറിയിലിടാനാണ് ബെസ്റ്റ്. കറിയിൽ നല്ല പുളി ഇറങ്ങുകയും ചെയ്യും, മാങ്ങ കല്യാണം കിടക്കുകയും ചെയ്യും. മാമ്പഴ പുളിശ്ശേരിക്ക് പക്ഷേ ഇത് പറ്റത്തില്ല, കാര്യം ഇത് വെന്തുടയത്തില്ലല്ലോ. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ യാ മോനെ അടാറ് മധുരമാണ്. ഇതെന്താ പൊന്ന, ഇതെന്താ? തൃശ്ശൂരിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് മാവ് വളരെ കുറവാണ്. അതുമാത്രമല്ല, വെറുതെ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വിഷം പിടിച്ച് പോകുന്നതിന് നല്ല ഇച്ചിരി കഷ്ടപ്പെട്ടായാലും നാട്ടിൽ നല്ല നാടൻ മാങ്ങ കൊണ്ടുവരുന്നത്. മാങ്ങയൊന്നും പഴുത്ത് കിട്ടാനുള്ള ക്ഷമയൊന്നും ഇവിടെ ഒരാക്കില്ല. പഴുക്കുന്നതിന് മുന്നേ തന്നെ സംഭവം കാലിയാക്കും. രാവിലെ തന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നെ എണീക്കുന്നത്. മാങ്ങയിൽ ചെറിയ മഞ്ഞ കണ്ടാൽ തന്നെ അവനതങ്ങെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മാമ്പഴ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ഫ്രം ഗിയർ ഡോഗ് ഡയറീസ്.